പുല്ലൂർ സെന്റ് സേവിയേഴ്സ് ഇടവകയുടെ സുവർണ ജൂബിലിയുടെ ഭാഗമായി ഇന്ന് സുവർണ മൊഴികൾ വ്യാഖ്യാനം ചെയ്യുന്നത് ലാലി വിൻസെന്റ് ചാമക്കാല. വലിയ നോമ്പിന്റെ 2ാം ഞായറാഴ്ചയായ ഇന്നത്തെ വചനഭാഗങ്ങൾ നമ്മോട് ആവശ്യപ്പെടുന്നത് സമ്പത്തിനോടുള്ള അതിമോഹം ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് തിരിച്ചു വരുന്നതിനെ കുറിച്ചാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന വിഷയം. ചുങ്കക്കാരിൽ പ്രധാനിയായ സക്കേവൂസ്, ടാക്സ് കളക്ടർ, നികുതി പിരിച്ചെടുത്ത് ഗവൺമെന്റിന് കൊടുക്കുന്നു. ഇന്നത്തെ പോലെ ഒന്നുമല്ല, തോന്നിയ പോലെ പ്രത്യേകിച്ച് ഒരു മാനദണ്ഡവുമില്ലാതെ ജനങ്ങളിൽ നിന്ന് അവരുടെ കഷ്ടപ്പാടുകളെ പിഴിഞ്ഞെടുത്ത് ധനം സമ്പാദിച്ച ഒരാൾ, അന്യായമായി എപ്പോഴും തന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ശ്രമിച്ച ഒരാൾ. ഒന്നാലോചിച്ചാൽ നമ്മളും സക്കേവൂസിന് തുല്യരല്ലേ? തന്റെ സമ്പാദ്യം വലുതാക്കാൻ, ബാങ്ക് ബാലൻസ് കൂട്ടാൻ ഔദാര്യമോ ദയയോ പരിഗണനയോ കാണിക്കാതെ തന്റെ കൂടെ നിൽക്കുന്നവരെയും തന്റെ കീഴിൽ ജോലി ചെയ്യുന്നവരെയും, എന്തിനേറെ പ്രകൃതിയെ പോലും ചൂഷണം ചെയ്യുന്നവർ നമുക്കിടയിലില്ലേ? സാധാരണക്കാരനാണെങ്കിലും ഒരു നാൾ പണക്കാരനാവണമെന്ന് ചിന്തിക്കാത്തവരായി ആരും ഉണ്ടാവില്ലല്ലോ. നമ്മളെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സക്കേവൂസിനെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരാണ്. സമ്പത്ത് വീതം വെച്ചപ്പോൾ ഏറ്റവും ഫലഭൂയിഷ്ടമായ സ്ഥലം തിരഞ്ഞെടുത്ത് ഉപയോഗശൂന്യമായ ഭാഗം സഹോദരനായ അബ്രാമിന് നൽകിയ ലോത്തും സമ്പത്തിനെ അമിതമായി സ്നേഹിച്ചിരുന്നതായി പഴയ നിയമഭാഗം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ലോകത്തിന് അനുരൂപനായി ലാഭേച്ഛയോടെ മുന്നോട്ടു പോയപ്പോൾ ലോത്തിന്റെ ജീവിതം തകർന്നതും നമുക്ക് കാണാൻ കഴിയും. സമ്പത്തിനു വേണ്ടിയുള്ള അമിതമായ ആകുലത ഉറക്കം കെടുത്തുമെന്നും ആരോഗ്യം നശിപ്പിക്കുമെന്നുമാണ് പ്രഭാഷകൻ പറഞ്ഞു വെക്കുന്നത്. ധനവാനാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനങ്ങളിലും കെണിയിലും മനുഷ്യനെ അധപ്പതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലും നിപതിക്കുന്നു. ദൈവഭക്തി ധനലാഭത്തിനുള്ള മാർഗമാണെന്ന് കരുതുന്നവർ പോലും നമുക്കിടയിലുണ്ടെന്ന് വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ധനമോഹത്താൽ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാതെ നാം എല്ലാം 1-ാം പ്രമാണത്തെ തന്നെ ലംഘിക്കുന്നു. ധനമോഹവും അതേ തുടർന്ന് ജീവിതത്തിലുണ്ടായ അന്ധകാരവും ഒരു പക്ഷേ സക്കേവൂസിന്റെ ഉള്ളിലും ഈശോയെ കാണണമെന്ന ആഗ്രഹം ജനിപ്പിച്ചിരിക്കണം. ഏത് പടുകുഴിയിൽ നിൽക്കുമ്പോഴും നമുക്കുള്ളിലെ ഈശോയാകുന്ന നന്മ നമ്മുടെ തിരിച്ചുവരവിനായി നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കും. ആ സ്വരം ശ്രവിക്കാൻ സക്കേവൂസ് തയ്യാറായി. ഒറ്റ വരിയിൽ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയെങ്കിലും സക്കേവൂസിന്റെ തിരിച്ചുവരവായിരുന്നു അത്. ദേവാലയങ്ങളിലെ തിരുനാളിനോടനുബന്ധിച്ച് നടക്കുന്ന വെടിക്കെട്ടുകളെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. പ്രത്യേകിച്ച് ചെറുപ്പക്കാരും വെടിക്കെട്ട് പ്രേമികളും അത് കാണണമെന്ന് ആഗ്രഹിച്ച് വളരെ മുന്നേ തന്നെ അതിന് സമീപം സ്ഥാനം പിടിക്കുന്നതും അല്പം വൈകിയാൽ പോലും അത് കാണാനായി മുന്നിലുള്ള എല്ലാ ജനങ്ങളെയും വകഞ്ഞു മാറ്റി ഏറ്റവും മുന്നിൽ എത്താൻ ശ്രമിക്കുന്നതുമായ കാഴ്ചകൾ എല്ലാ തിരുനാളുകളിലും നമ്മൾ നേരിട്ട് കാണാറുണ്ട്. ഇനി ചിലരാണെങ്കിൽ പല കെട്ടിടങ്ങൾക്ക് മുകളിലും ഉയരമുള്ള സ്ഥലങ്ങളിലും സ്ഥാനമുറപ്പിച്ചിരിക്കുന്നതായും കാണാം. വെടിക്കെട്ട് ഏറ്റവും മനോഹരമായും അതിന്റെ തീവ്രതയിലും ആസ്വദിക്കാനാണല്ലോ അവർ അങ്ങനെ ചെയ്യുന്നത്. ഇത് തന്നെയാണ് ആഗ്രഹത്താൽ സക്കേവൂസും ചെയ്തത്. പക്ഷേ സക്കേവൂസിന്റെ ലക്ഷ്യം ഈശോ ആയിരുന്നു. യേശുവിനെ കാണാൻ, യേശുവിനെ അനുഭവിക്കാൻ അവൻ നടത്തിയ തീവ്രമായ പരിശ്രമമാണ് ഉയരം കുറവാണെന്ന തന്റെ വലിയ പോരായ്മ തിരിച്ചറിയുന്നതും അതിനെ തരണം ചെയ്യുന്നതും. നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ കണ്ടുമുട്ടാനുള്ള പ്രതിബന്ധം എന്താണ്? ഒരു പക്ഷേ അത് മറ്റുള്ളവരോടുള്ള വിരോധത്തിന്റെ ബന്ധനമാകാം, ചില വേദനകളുടെ, മുറിപ്പെടുത്തലുകളുടെ, ഒറ്റപ്പെടുത്തലുകളുടെ ബന്ധനമാകാം, സമ്പത്തിനോടും മറ്റു വസ്തുക്കളോടുമുള്ള ആർത്തിയും, അങ്ങനെ പലതുമാകാം. ഇതിനെയെല്ലാം പ്രാർത്ഥനയോടെ അതിജീവിക്കാൻ നമുക്ക് കഴിയണം. ഈശോ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്, നമുക്കിടയിലൂടെ കടന്നു പോകുന്നുമുണ്ട്. നമ്മൾ കാണുന്നില്ലെന്ന് മാത്രം, നമ്മൾ കാണാൻ ശ്രമിക്കുന്നില്ല. അവിടെ നമ്മൾ ജനക്കൂട്ടത്തിൽ ഒരാളാവുകയാണ്. ഞാൻ എന്നും പള്ളിയിൽ പോകുന്നുണ്ട്, ഞായറാഴ്ച വിശുദ്ധമായി ആചരിക്കുന്നുണ്ട്, കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്, പള്ളിയിൽ ആക്റ്റീവായി പ്രവർത്തിക്കുന്നുണ്ട് എന്നതിനുമപ്പുറം ഒരു സിസ്റ്റത്തിൽ തന്നെ ഭാഗമാകുന്നതിനു പകരം യേശുവിനെ ആഴത്തിൽ അനുഭവിക്കാൻ നാം വളരെ ചുവടുകൾ കൂടുതൽ ഉയരത്തിൽ, കൂടുതൽ തീവ്രതയിൽ മുന്നോട്ട് വെക്കേണ്ടതുണ്ടെന്നാണ് സക്കേവൂസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സക്കേവൂസിനെ സഹായിച്ചത് സിക്കമൂർ മരമായിരുന്നു. ആരോ നട്ടുപിടിപ്പിച്ച, വേറെ ആരോ പരിപാലിച്ച, മറ്റാരോ വളർത്തിയ ഒരു സിക്കമൂർ മരം. നമുക്കിടയിലും ഈശോ ഒരുപാട് സിക്കമൂർ മരങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ദേവാലയമായും വൈദികരായും ഗുരുക്കന്മാരായും നല്ല മനുഷ്യരുടെ രൂപത്തിലും പല ജീവിത പ്രതിസന്ധികളായും. മരം കണ്ടെത്തി അതിൽ കയറേണ്ടത് നമ്മളാണ്. അത് മാത്രം ചെയ്താൽ മതി.
യേശു നമുക്കുള്ള രക്ഷ പ്രദാനം ചെയ്തോളും. യേശുവിന്റെ രക്ഷ നമ്മെ മാനസാന്തരത്തിലേക്കും പശ്ചാത്താപത്തിലേക്കും പ്രായശ്ചിത്തത്തിലേക്കും നയിക്കുന്നു. യേശുവിനെ കണ്ടുമുട്ടിയ സക്കേവൂസ് തന്റെ സമ്പത്ത് ദരിദ്രർക്ക് ദാനം ചെയ്യുന്നു. വഞ്ചിച്ചെടുത്തത് 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. സക്കേവൂസിലൂടെ ദൈവം കുറെ പേർക്ക് ആശ്വാസം പകരുന്നു. ജീവിതത്തിന് സംഭവിക്കുന്ന പരിവർത്തനത്തിന്റെ നേർസാക്ഷ്യമാണ് സക്കേവൂസിന്റെ ജീവിതം. ബാഹ്യമായ നേത്രങ്ങളാൽ രക്ഷകനെ കാണാൻ ആഗ്രഹിക്കുന്നവന്റെ ആത്മീയ നേത്രങ്ങൾ ഈശോ തുറക്കുന്നു. അപ്പോൾ സമ്പത്തിനോടും അധികാരത്തോടുമുള്ള ഭാവങ്ങൾക്ക് മാറ്റം വരുന്നു. സർവസമ്പത്തിന്റെയും ഉടമയായ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ജീവിത വിജയം നേടും. ദൈവത്തെ കണ്ടുമുട്ടി അവിടുത്തെ ഇഷ്ടം പ്രവർത്തിച്ച് ദൈവരാജ്യം അനുഭവിക്കുമ്പോൾ ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മെ ഉപയോഗിക്കും. ഈശോയെ കണ്ടുമുട്ടാൻ, നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനമുണ്ടാകാൻ ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ. ഈശോ നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.